വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് നെയ്യാണ് കേട്ടോ, ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കിയത്, അത് അരിച്ചെടുക്കുക. ഇത് ഞാൻ ഒരു മാസമായിട്ട് ശേഖരിച്ച് വെച്ച പാൽപ്പാടയാണ്. എങ്ങനെയാണ് പാൽപ്പാട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് ഫ്രീസറിന് അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചു ഞാൻ. ഇനി നമ്മൾ എങ്ങനെയാണ് പാൽപ്പാട ഉണ്ടാക്കുക എന്നുള്ള ഒന്ന് കാണാം കേട്ടോ. ഇത് ഞാൻ ഒരു 1.25 ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിത് തിളച്ച് വന്നാൽ പിന്നെ എന്താക്കണം എന്നറിയോ, ഈ കയ്യിൽ അതിൻ്റെ മേലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് ഫുള്ള് സിമ്മാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പാല് പതച്ച് തൂകൂല. അങ്ങനെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ നമുക്ക് നല്ല പാട കിട്ടും കേട്ടോ. തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫാക്കുക. സ്റ്റൗ ഓഫാക്കിയിട്ട് അതിൻ്റെ മൂടി കൊണ്ട് ഒന്ന് ചെറുങ്ങനെ മൂടുക കേട്ടോ. ഫുള്ള് കവർ ചെയ്ത് വെക്കരുത്. എന്നിട്ടിതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിതാ തുറന്ന് ഇതുപോലെ ഒരു അരിപ്പക്കയിലെടുത്ത് ഇതാ പാട കണ്ടോ മേലെ ഫോം ചെയ്ത് അതിങ്ങനെ എടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് എടുത്താൽ കുറേ നമുക്ക് നഷ്ടപ്പെടും. ഇതാവുമ്പോൾ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്ത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. ഇനി നമ്മൾ ശേഖരിച്ച് വെച്ച പാൽപ്പാടുണ്ടല്ലോ, അതും കൂടെ ഇട്ടു. ഞാനിത് അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രീസറിന്. അതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്ത്, നിങ്ങൾ വേണമെങ്കിൽ 2 മണിക്കൂർ മുന്നേ ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം അടുപ്പത്ത് വെക്കാൻ. അടുപ്പത്ത് വെച്ച ഉടനെ സിമ്മിലാക്കി ഇടുക. എന്തിനറിയാം, ഇത് കട്ട് ആയതുകൊണ്ടാണ്. അല്ലേ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിം ഒക്കെ ഇടാം. ഇത് ഇങ്ങനെ ആയാൽ അടിയിൽ പിടിച്ചു പോകില്ലേ, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടി നമ്മളെ ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഉരുക്കി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിടുക കേട്ടോ. കുറച്ച് ഹൈ ഫ്ലെയിം, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ, കൈവെക്കാതെ ഇളക്കണം കേട്ടോ. പിന്നെ ഇതങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ തുള്ളിയെല്ലാം നമ്മളെ മേലേക്ക് തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് ദൂരെ നിന്നിട്ടൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി ഈ സമയത്തൊക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ വടിച്ചു കൊടുക്കണം കേട്ടോ, തെറിച്ചതെല്ലാം. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. ഇത് വളരെ എളുപ്പമാണ്. മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കുക. ഇതപ്പോൾ നെയ്യെല്ലാം പൊട്ടി തെറിച്ച് ഇതാ പുറമേക്കൊക്കെ വന്നിട്ടുണ്ട് സ്റ്റൗവിൻ്റെ കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടി ഡാർക്കായിട്ടുണ്ട്. അതിൻ്റെ കൽക്കന്ന ഞങ്ങളൊക്കെ പറയും, നിങ്ങളെന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടെ മൂത്തു. ഇപ്പോൾ ഇതാ കറക്റ്റ് പാകമായി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ചൂടോടുകൂടി തന്നെ അരിക്കുക. അപ്പോൾ എന്താ, ഞാനൊരു സ്റ്റീലിൻ്റെ അരിപ്പ എടുത്തേ. ആരും പ്ലാസ്റ്റിക് ഒന്നും വെക്കല്ലേ മക്കളെ. സ്റ്റീലിൻ്റെ അരിപ്പയിൽ അരിച്ചെടുക്കുക. വലിയ കണ്ണിയുള്ള അരിപ്പയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുറച്ച് കരടൊക്കെ അടിയിൽ പോയിട്ടുണ്ടാവും, കുഴപ്പമില്ല. നമ്മൾ ഇനി ഒന്നുകൂടെ നല്ല വൃത്തിക്ക് അരിച്ചെടുക്കണം ഇത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും നെയ്യ് കിട്ടി നമുക്ക്. ഇനി ഇതാ മക്കളെ, ഈ കൽക്കൻ ഞാൻ പറഞ്ഞില്ല, കൽക്കൻ ഇത് വെച്ചിട്ട് ഇതിൻ്റെ റെസിഡ്യൂ ഇത് വെച്ചിട്ട് താ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ വരും കേട്ടോ. അപ്പം നിങ്ങളിതാ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാ അപ്പം ഞാൻ ഈ കൽക്കനെല്ലാം ഒരു പാത്രത്തിലിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചിലപ്പോൾ ഇന്നോ നാളെയോ തന്നെ ഞാൻ ഇതുകൊണ്ട് അടുത്ത അടിപൊളി ഐറ്റമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാത്രത്തിലാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ നെയ്യ് കുറച്ചൊന്ന് ചൂട് തണിയണം കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ച് ചൂടെല്ലാം തണിഞ്ഞു. അപ്പം ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തത്. അതിലൊരു ചെറിയ അരിപ്പയും വെച്ച് അതിൻ്റെ മേലെ ഒരു കോട്ടൺ ക്ലോത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൂടെ അരിച്ചെടുക്കുക. അപ്പോൾ ഒരു തുള്ളി പോലും കരട് ഉള്ളിലേക്ക് പോവില്ല. വളരെ പ്യുവറായിട്ടുള്ള ഗീ. ഇത് നമുക്ക് ചെറിയ മക്കൾക്കും എല്ലാവർക്കും ഉപയോഗിക്കട്ടെ, വളരെ നല്ലതാണ് കേട്ടോ. ഇതാ ഇത്രയും നെയ്യ് കിട്ടില്ല, അത്രയും പാടേന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കമൻ്റായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നോ ഇല്ലെങ്കിൽ ഇല്ലയെന്ന് എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാ നമുക്ക് ഇത്രയും 100% പ്യുവർ ഗീ കിട്ടി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെയ്യിൻ്റെ കളറാവാൻ ഞാനൊരു സൂത്രപ്പണി ചെയ്തു കേട്ടോ. അരമണിക്കൂർ ഫ്രിഡ്ജിലാണ്ട് വെച്ചു. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടി നമുക്ക് കേട്ടോ. നമുക്കിത് കുഞ്ഞു കുട്ടികൾക്ക് ചപ്പാത്തീൻ്റെ കൂടിയോ ബ്രെഡിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഗീ റൈസ് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞു കുട്ടികൾക്കും എല്ലാം ആർക്ക് വേണമെങ്കിൽ കഴിക്കുക. അത്രയും പ്യുവറാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി കണ്ട ഒറിജിനൽ നെയ്ക്കൊരു തരിതരിപ്പ് ഉണ്ടാവും. അത് കണ്ടോ നമ്മളെ നെയ്യിൽ, അതാണ് ഒരു ടെസ്റ്റിങ് കണ്ടോ, ഒരു തരിതരി പോലെ. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്യുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.